നമ്മുടെ നാടിനെ നടുക്കിയ പാലക്കാട്ടെ ഇരട്ടക്കൊലപാതകത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നെന്മാറയിൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാണ്. രണ്ടാമത്തെ ദിവസമാണ്. അജിംസിക്ക, ഇപ്പോൾ നടത്തുന്ന ഈ ഒരു തിരച്ചിലുണ്ടല്ലോ, ഈ ഒരു തിരച്ചിൽ പോലീസിന് ഇവർ പരാതി നൽകിയ ആ ദിവസങ്ങൾ ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചുകൂടായിരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് അതിൽ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നു? അത്തരം കാര്യങ്ങളുള്ളപ്പോൾ പോലും അത്തരം ഒരു അവധാനതയോടുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നത്? പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സമയത്ത് എന്തോ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. പോലീസ് പറഞ്ഞതല്ല, നെന്മാറ MLA കെ ബാബു പറഞ്ഞതാണ്. ആ സമയത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ മാറുമല്ലോ. അങ്ങനെ സ്ഥലം മാറിയെത്തിയ പുതിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു. ഈ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ അറിയില്ലായിരുന്നു. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ റിപ്പോർട്ട് കൊടുത്തിരുന്നു കോടതിയിൽ. പോലീസും റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിൽ പറയുന്നത് ഇയാളൊരു ഒഫൻഡറാണ്, സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. അത് ജാമ്യം കൊടുത്ത് തിരികെ അങ്ങോട്ട് അയച്ചാൽ വീണ്ടും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. കോടതിയാണത് ജാമ്യം കൊടുത്തത്. അപ്പോൾ ജാമ്യ വ്യവസ്ഥയിലും ഇളവ് കൊടുത്തു. ജാമ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നെന്മാറ പഞ്ചായത്തിലും നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രവേശിക്കരുതായിരുന്നു. അതിലും ഇളവ് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ജാമ്യ ഇളവ് നേടി, കോടതി പറഞ്ഞതാണെങ്കിൽ ജാമ്യ ഇളവ് നേടി എത്തുമ്പോൾ വളരെ ഇറാഷണലായ കാരണങ്ങളാൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ഒരാൾ തിരിച്ചു വരികയാണെങ്കിൽ പോലീസ് സ്വാഭാവികമായിട്ട് അയാളെ മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു. ഇറാഷണലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കടുത്ത അന്ധവിശ്വാസിയാണ് ഈ ചെന്താമര എന്ന് പറയുന്ന മനുഷ്യൻ. ഏതോ ജോത്സ്യൻ്റെ ഉപദേശപ്രകാരം തൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അയൽവാസികളായ സ്ത്രീകളാണ്. അതിൽ തന്നെ നീണ്ട മുടിയുള്ളൊരു സ്ത്രീയാണ് അതിന് കാരണം, കൂടോത്രം വെച്ചിട്ടുണ്ട് അവരെന്ന് പറഞ്ഞ് അത് കേട്ട് വിശ്വസിച്ച് നീണ്ട മുടി ഉണ്ടായിരുന്ന സജിത എന്ന് പറയുന്ന സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു മനുഷ്യനെ പബ്ലിക് സ്പേസിൽ ഇറക്കി വിടാൻ സമ്മതിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പോലീസിന് നിരന്തരം നിരീക്ഷണം ഉണ്ടാവണം എന്നുള്ള ഉറപ്പാണ്. കോടതി ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചില്ല, അദ്ദേഹത്തിന് ജാമ്യളവും കൊടുത്തു എന്നതിൽ പോലും പോലീസ് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്ന് മാത്രമല്ല, ഇയാൾ ജാമ്യത്തിലിറങ്ങി വീട്ടിൽ വന്നതിന് ശേഷം ഈ കുടുംബങ്ങൾക്കെതിരെ ഇപ്പോൾ വെട്ടിക്കൊല്ലപ്പെട്ട സുധാകരനും അമ്മ ലക്ഷ്മിക്കെതിരെ മാത്രമല്ല, ആ പരിസരത്തുള്ള കുറേ അധികം ആളുകൾക്കെതിരെ ഇയാൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും കൂടുതൽ സ്ത്രീകളാണെന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഈ കുടുംബം പോയി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് അത് ഗൗനിച്ചില്ല. ഇയാളെ വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടയച്ചു എന്നാണ് പുറത്തു വരുന്ന പറഞ്ഞത്. സ്റ്റേഷൻ്റെ പുറത്ത് ഇയാൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് സ്റ്റേഷനിൽ കയറാതായപ്പോൾ SHO എന്താണ് തിരികെ പുറത്തിറങ്ങിവെന്ന് ഇയാളോട് സംസാരിച്ച് പറഞ്ഞയക്കുന്നൊരു CCTV ദൃശ്യം നമ്മൾ പുറത്തു വിട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ SHOയ്ക്കെതിരെ ഉത്തരമേഖല ADGPക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അയാൾ വളരെ ഇൻസെൻസിറ്റീവായിട്ടാണ് ഈ കാര്യത്തിൽ പെരുമാറിയതെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നടപടി എടുക്കും, പക്ഷേ അതിൻ്റെ വില ഇനി അത് നടപടി എടുക്കുമ്പോൾ അതിൻ്റെ വില 2 ജീവനാണ് എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ അയാൾ ഓൺ റണ്ണിലാണ്. എവിടെയാണെന്ന് പോലീസിന് അറിയില്ല, എവിടെ പോയി എന്നറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ അയാൾ ഒരു സൈക്കോ ആയി മാറി ഇനിയും കൊലപാതകം നടത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അയാൾ കൊല്ലണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് രാത്രി എങ്ങനെ കിടന്നുറങ്ങും? അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ പോലീസ് നമ്മളിപ്പോൾ ജനകീയ പോലീസിങ് എന്നൊക്കെ പറയുമ്പോൾ പോലും ആളുകൾ പരാതി ഉന്നയിക്കുമ്പോൾ പോലീസ് അതിനോട് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഒരു ഒന്നാന്തരം ഉദാഹരണമാണിത്. അതേസമയം എങ്ങനെയാണ് ഒരു കുറ്റവാളി എന്ന് തോന്നുന്ന ഒരാളെ, ഇത്രയും ഇറാഷണലായിട്ട് പെരുമാറുന്ന ഒരാളെ ഇങ്ങനെ കെയർലെസ് ആയിട്ട് പോലീസ് കൈകാര്യം ചെയ്യുക? ഈ ഒരു സമീപനമാണ് എല്ലാവരോടും ഉണ്ടാവുക? അതൊരു ക്വസ്റ്റ്യനാണ്. എല്ലാവരുടെയും ഈ ഒരു സമീപനം അല്ല ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ പോലീസിൻ്റെ വീഴ്ച വളരെ ദൃശ്യമാണ്. അത് അവിടുത്തെ ജനപ്രതിനിധികൾക്ക് മനസ്സിലായിരുന്നത്. കെ ബാബു സംസാരിക്കുമ്പോൾ പോലും അങ്ങനെ എന്തെങ്കിലും വീഴ്ച ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടി ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് മുമ്പേ ചെയ്യേണ്ട കാര്യമായിരുന്നു. ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത് ശ്രദ്ധ കൊണ്ടുണ്ടായിരുന്നു, പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തണമായിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. ഇത് ഇനി മറ്റൊരു ഒരു എക്സ്പ്ലനേഷൻ വരാൻ പോകുന്ന ഇയാൾ മനോരോഗിയാണെന്നുള്ളതാണ്. നമ്മൾ വളരെ നിരവധി കേസുകൾ എന്ന് മാത്രമല്ല, നമുക്ക് സൊസൈറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ക്രൈമുകളുണ്ട്, അല്ലെങ്കിൽ കുറേ കൂടി നമ്മളെ വൈകാരികമായി ബാധിക്കുന്ന ക്രൈമുകളിലെല്ലാം കൊല ചെയ്യുന്ന ആളെപ്പറ്റി സൈക്കോയാണ്, മനോരോഗിയാണെന്ന് പറയുന്ന ഒരു ശീലമാണ്. യഥാർത്ഥത്തിൽ ഇവർ സൈക്കോളൊന്നും ഇവർ നോർമൽ ആൾക്കാരാണ്. അതായത് കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളായ സാധാരണ മനുഷ്യന്മാർ നമ്മൾ കാണാറുണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധാരണ മനുഷ്യനാണ് അയാൾ. അപ്പോൾ ഈ കൊലയിലേക്ക് നയിക്കാൻ അയാളുടെ അന്ധവിശ്വാസം കാരണമായെന്നേ ഉള്ളൂ. ഇവരെയൊക്കെ മനോരോഗിയാക്കി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ മനോരോഗം എന്നൊരു പ്രിവിലേജ് കിട്ടി ഇവർ ചിലപ്പോൾ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തരായി ശിക്ഷാളവ് നേടി പുറത്തു നിന്ന് വീണ്ടും ഇതേ ക്രൈം ചെയ്യും. നമ്മൾ മുമ്പ് ഓർമ്മയുണ്ട്, ചേന്നമംഗലത്ത് 2 പേരെ കൊന്ന അയാൾ മനോരോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റും കൈപ്പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് ലെയറുകളുണ്ട് ഇതിൽ.
അപ്പോൾ ഈ ചന്താമര നടത്തിയപ്പോൾ ഈ കൊലയ്ക്ക് നമ്മുടെ സിസ്റ്റം ഒരു കാരണക്കാരനാണ്. അയാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, ആ പഞ്ചായത്തിൽ കാലുകുത്താൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതിൽ ജുഡീഷ്യറിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. അയാൾ പുറത്തിറങ്ങിയതിന് ശേഷം പോലീസിന് പിഴവ് പറ്റിയിട്ടുണ്ട്. ഇയാളെ നിരീക്ഷിക്കുന്നതിനും ഇയാളെ ആ ക്രൈം ചെയ്യുന്നതിനും തടയുന്നതിനും നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റി ഞാൻ പറയുന്നത് ജനപ്രതിനിധികൾക്ക് റോളുണ്ടല്ലോ. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർക്കുണ്ട്, MLAക്കൊക്കെ റോളുണ്ട്. അവരൊക്കെ ആ റോള് നിർവഹിച്ചിരുന്നെങ്കിൽ ആ 2 ജീവൻ നഷ്ടപ്പെടില്ല. അനുഷായിക്ക, ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകള് അവരടക്കം ഈ ഭീഷണിയെ തുടർന്നിട്ട് ഈ സ്വന്തം വീട്ടിലേക്ക് വരുന്നില്ലായിരുന്നു. അവരുടെ അമ്മയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അങ്ങനൊരു സംഭവം ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയ ചെന്താമര ഇതേണക്കുള്ള അന്ധവിശ്വാസങ്ങൾ കൂടി ബാധിക്കപ്പെട്ട ആളായിരുന്നു. പൊതുവേ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ഭയങ്കര പുരോഗമന സമൂഹം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ അത്തരമുള്ള ഒരു ധാരണകളെ കൂടിയിട്ടുള്ള അത്തരം ഒരു ധാരണകൾ ഇടയ്ക്കൊക്കെ നമുക്ക് പൊളിച്ചെഴുതേണ്ടതല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നേരത്തെ ഇതിനകത്ത് പോലീസ് എങ്ങനെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായെന്ന് അജിംസ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പോലീസ് വിചാരിച്ചിട്ടുണ്ടാവുക, ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ 5 വർഷം ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ കുറ്റബോധം ഉണ്ടായി കാണാം, അല്ലെങ്കിൽ പഴയ സംഗതികൾ മറന്നു കാണാം. ഞാൻ തന്നെയും മാനസാന്തരപ്പെട്ടു എന്നാണ് അയാളുടെ അഫിഡവിറ്റ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി അയാൾക്ക് ജാമ്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇനിയൊരു ക്രൈമിലേക്ക് പോലും, കാരണം ഒരു ക്രൈം ഉണ്ടാക്കി 5 വർഷം ജയിലിൽ കിടന്ന് കോടതിയുടെ ഇളവുകൾ നേടി എങ്ങനെങ്കിലും ഇറങ്ങി വന്ന ഒരാൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്ന സാധാരണ ലോജിക്കൽ തിങ്കിങ് ആണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. നമ്മളായപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചു, ഇയാൾ ഇങ്ങനെ ഒരു ഭീകരമായ ക്രൈം ചെയ്യുമെന്ന് സാധാരണയിലേക്ക് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അയാൾ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. അപ്പോൾ സാധാരണ മനുഷ്യരുടെ വിചാരങ്ങൾ പോലീസിനുണ്ടാവാൻ പാടില്ല. പോലീസ് കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണേണ്ടവർ. ഏതായിരുന്നു അയാളുടെ ക്രൈം, അതിൻ്റെ കാരണം എന്തായിരുന്നു, അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കൊന്നത്, അയൽപ്പക്കത്തെ വീട്ടുകാർക്കും നേരെ ഇയാൾ ഇതിന് മുമ്പും ഭീഷണി മുഴക്കിയിട്ടുണ്ട്, ഈ വീട്ടിലെ എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന അയാൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം പോലീസ് അയാളെ പിടിക്കുന്നത്. അങ്ങനെ ഒരാൾ വീണ്ടും ക്രൈം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ഇയാൾ അന്ധവിശ്വാസത്തിന് അടിപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി പ്രിവെൻഷൻ എടുക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടായിരുന്നു. ആ പോലീസ് അപ്പോൾ ഇത്തരം പുതിയ സ്വഭാവമുള്ള ക്രൈമുകൾക്കകത്ത് ശരിയാവണ്ണം ഇടപെടുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തെ ഈ പറഞ്ഞ അന്ധവിശ്വാസ പ്രശ്നമാണ്. നമ്മളിതിന് മുൻപ് കണ്ടിട്ട് പത്തനംതിട്ട ജില്ലയിലൊരു സംഭവം, 2 സ്ത്രീകളെ കൊലപ്പെടുത്തിയ സംഭവം. ഇപ്പോൾ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെ 3 പേരെ കൊല്ലുന്നു. കേരളത്തിൽ നമ്മൾ ഇത്തരം സംഭവങ്ങൾ കൊലപാതകം മാത്രമല്ല, അല്ലാതെയും ക്രൈമുകൾ വേറെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനിച്ചു വീണ ഉടനെ കുഞ്ഞിന് പാല് കൊടുക്കാതെ ഒരു ദിവസം മുഴുവൻ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം. അങ്ങനെ പലതരം വിശ്വാസങ്ങളുടെ ഭാഗമായി, പലതരം മതവിശ്വാസങ്ങളുടെ ഭാഗമായി പലതരം അന്ധവിശ്വാസങ്ങൾ കേരളത്തിൽ ഇപ്പോഴും കൊടികുത്തി വാഴുകയും അത് വലിയ തോതിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കോ ക്രൈമിലേക്കോ പോവുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള ക്രൈം ഈ രാജ്യത്തുണ്ടാകുമ്പോൾ, സംസ്ഥാനത്തുണ്ടാകുമ്പോൾ, നമ്മൾ കേരളത്തിന് പുറത്തുള്ള അന്ധവിശ്വാസം ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഇതിനേക്കാളും ഭയാനകമാണ് കേട്ടോ. പക്ഷെ നമ്മളും ഇപ്പം നേരത്തെ സിക്കേഷ് പറഞ്ഞ പോലെ നമ്മൾ ഒരു പുരോഗമന സമൂഹമാണ്, അന്ധവിശ്വാസത്തിനും ഈ ഉച്ചനീചത്വങ്ങൾക്കും എതിരെ തുഴയുന്നവരും നീന്തുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മളിൽ കൂടുതൽ വേര് പിടിച്ച് വരുന്നു. നീളമുള്ള മുടിയുള്ള സ്ത്രീ നിങ്ങളുടെ ജീവിതം തകർത്തു എന്ന് ഒരു ജ്യോത്സ്യൻ ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ ക്രൈമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നില്ലേ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പുനർജനിക്കാൻ പോവുകയാണെന്ന് ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും ആത്മഹത്യ ചെയ്യുക, കുഞ്ഞുങ്ങളെ കൊല്ലുക, ഇതൊക്കെ ചെയ്യുന്നു. ഇതേ സമാനമായ സംഭവം കേരളത്തിലും ആവർത്തിച്ചുണ്ടാവുകയും ഭീകരമായ ക്രൈമുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഓരോ തവണയും നമ്മൾ ഇത്തരം ബ്ലാക്ക് മാജിക്കിനെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശരിയാമണ്ണമുള്ള നടപടിയെടുക്കും, ബില്ല് കൊണ്ടുവരും, നിയമം കൊണ്ടുവരും. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചുകൂടി നവീനമായിട്ടുള്ള ബോധവൽക്കരണ പ്രക്രിയയിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും അതിനകത്ത് നമ്മുടെ പൊതുസമൂഹത്തിനും നമ്മുടെ സിസ്റ്റത്തിനും എന്തുമാത്രം ഇടപെടാൻ കഴിയും? ആളുകളെ ഈ നിലയ്ക്കുള്ള കുഴപ്പക്കാരാക്കി മാറ്റുന്ന ഈ പരിധിവിട്ട അന്ധവിശ്വാസം എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കിയത് എന്നാലോചിക്കാൻ. ഇപ്പം നാളെ സർക്കാരിന് ഇറങ്ങിയിട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളെയും ജ്യോത്സ്യന്മാരെ എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്യിക്കാനോ അങ്ങനെ ഈ ക്രൈമുകളെല്ലാം ഇല്ലാതാക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റി കുറച്ചുകൂടെ അത്ര പുരോഗമന സ്വഭാവത്തിലല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗുരുതരമായ കുഴപ്പങ്ങളെയും കൂടി ഒരു വശത്ത് അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമായിട്ട്, ആവർത്തിക്കപ്പെടുന്ന ഒരു സന്ദർഭമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഇത് പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ച വളരെ എക്സ്പ്ലിസിറ്റാണ്, തുറന്നു കാണാൻ കഴിയുന്ന ഒന്നാണ്. കാരണം പോലീസിന് ഓൾറെഡി പോലീസിൻ്റെ കോടതിയിലുള്ള പോലീസിൻ്റെ സമീപനം എന്താണ്? ഇയാൾ കുഴപ്പം പിടിച്ച ആളാണ്, പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് ഒരു വശത്തെ പൊസിഷൻ എടുക്കുന്നു. എന്ന് വെച്ചാൽ പോലീസ് അതിനെക്കുറിച്ച് അവെയർ ആണെന്നുള്ള അർത്ഥം. അതേ പോലീസ് ഇയാൾ പുറത്തിറങ്ങി വന്ന് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അതിനെക്കുറിച്ച് നടപടി എടുക്കാതിരിക്കുക, അത് കോടതിയിൽ ഇൻഫോം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മരണങ്ങൾക്ക് നിശ്ചയമായും സ്റ്റേറ്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്. പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ, ഭരണകൂടത്തിൻ്റെ, സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മുൻനിർത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം തോന്നുന്നു, ഇന്നിപ്പോൾ രാവിലെ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞ കുട്ടികൾ ഇനി എന്ത് ചെയ്യും? പ്രായമായ അവരുടെ
എന്താ പറയുന്നത്, പേരൻസാണ് അവർ നോക്കുന്നത്, ഗ്രാൻഡ് പേരൻസാണ് നോക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവരെന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണം എന്ന് ഒരു കൂട്ടം ആൾക്കാർ ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുത്ത് അവരെ ഏറ്റെടുക്കാനുള്ള ബാധ്യത സർക്കാരുണ്ടെന്ന് പറയുന്നു. അപ്പം എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇരകളാക്കപ്പെടുന്നവരെ ഗവൺമെൻറ്റിന് പൂർണ്ണമായി ഏറ്റെടുക്കാനോ എല്ലാവർക്കും ജോലി കൊടുക്കാനോ ഒന്നും കഴിയുന്നു വരില്ല. പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, സർക്കാരിൻ്റെ ഒരു മോണിറ്ററിംഗ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു സർവേൽ ആ പ്രതി ഇത്രയും ഹീനമായ ഒരു കുറ്റം ചെയ്ത ഒരാൾ ഇനിയും ചെയ്യുമെന്ന് പോലീസിന് തന്നെയും ഉറപ്പുണ്ടായിരുന്ന ഒരാളെ സർവേലൻസിൽ കൊണ്ടുവരാൻ, അയാളെ നിരീക്ഷിക്കാൻ, അയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചപ്പോൾ അത് തടയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ മെക്കാനിസം ശരിയാവണ്ണം പ്രവർത്തിച്ചില്ല. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരും എന്നാണ് പോലീസിന് നമ്മൾ പൈസ കൊടുത്ത് പോലീസിനെ നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനാണ്. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്നില്ലാത്ത ഒരു പോലീസ് എന്ന് വെച്ചാൽ വഴിയെ പോകുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ പോലീസിന് പറ്റില്ല. അതൊരു കവിഞ്ഞ ആഗ്രഹവും ആവശ്യമാണ്. പക്ഷേ ഇത് അങ്ങനത്തെ കേസല്ല. ഇത് പോലീസിന് ഇടപെടാൻ കഴിയുമായിരുന്ന ഒരു കേസ്. പോലീസ് സില്ലിയായി ഡീൽ ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു അത്യാഹിതം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ കുടുംബത്തിനുള്ള സംരക്ഷണം, ആ നാടിനുള്ള സംരക്ഷണം ഏറ്റെടുക്കാനുള്ള സവിശേഷ ബാധ്യത, ആ കുട്ടികളുടെ സംരക്ഷണമോ അവരുടെ അതിജീവനമോ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം, ഈ സംഭവത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് എന്നുകൂടി ഞാൻ പറയും. അതെ, ഈ ഗവൺമെൻറ് കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ട് മാത്രം തീരുന്നതല്ല പ്രശ്നങ്ങൾ. കാരണം ആ കുട്ടികളും കുടുംബവും അല്ലെങ്കിൽ സമീപത്തുള്ള വീട്ടുകാരും അടക്കം ഇതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇത്തരം മുന്നറിയിപ്പുകൾ അവർ നേരിട്ട ആശങ്കകൾ പോലീസിൽ അറിയിച്ചിട്ട് പോലും ആ സമയത്ത് നടപടികൾ കൈക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർന്നെങ്കിലും നിയമ സംവിധാനം എല്ലാവിധ ജനങ്ങൾക്കും സുരക്ഷിതമായ രീതിയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുക തന്നെ ചെയ്യേണ്ടതാണ്.